ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ മരിച്ചിനിയും മത്തിയും കൊണ്ട് അടിപൊളി ഒരു പഴയകാല നാടൻ വിഭവം തയ്യാറാക്കിയെടുക്കുക. ഇതൊക്കെ പണ്ടൊക്കെ കാലങ്ങളിൽ ഉമ്മമാരൊക്കെ ചെയ്തിരുന്നതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു നാടൻ വിഭവമാണ്. അതെങ്ങനെയാണെന്ന് തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ മരിച്ചിനിയൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഒരു മൺകലത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ കൊണ്ട് നമുക്കതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കൂടുതലായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി തൊലി കളഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ടോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ജീരകമാണ് ചേർക്കുന്നത്. ചെറിയ ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ. മഞ്ഞൾപ്പൊടി കുറച്ച് വേണം. നമുക്ക് സാധാരണ കപ്പയ്ക്കൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ വേണം മഞ്ഞൾപ്പൊടി എടുക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ വേണം ഒന്ന് ചതച്ചെടുക്കാൻ. ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ വേവിക്കാൻ വെച്ച കപ്പയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. തിളച്ചപ്പോഴേക്ക് ഞാൻ അതിനെ ഒന്ന് ഊറ്റി കൊടുക്കുകയാണ്. കപ്പ വേവിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 2 വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കപ്പയ്ക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാവില്ല. നല്ലൊരു രുചിയാണ്. നമ്മുടെ ശരീരത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ വെള്ളം കളഞ്ഞതിന് ശേഷം ഞാൻ 2ാമത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലാണ് ഈ ഒരു കപ്പ നന്നായിട്ട് വെന്ത് കിട്ടേണ്ടത്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. കപ്പയ്ക്ക് യാതൊരുവിധ കയ്പ്പ് രസവും ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതിലൊരു തരം കട്ട് അടങ്ങിയിട്ടുണ്ട്. അതൊരു നമ്മുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ദോഷമാണ്. അപ്പോൾ ഇതുപോലെ 2 വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ കുക്കറിൽ വേവിക്കാതിരിക്കാൻ ശ്രമിക്കുക. കുക്കറിൽ വേവിക്കുന്നത് ഭയങ്കര ദോഷമാണ്. 2ാമത്തെ വെള്ളവും ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. കപ്പയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല വേവണ കപ്പയായിരുന്നു. അത് ഞാനൊരു സൈഡിലോട്ടൊന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല നാടൻ മത്തിയാണ് കേട്ടോ. കുഞ്ഞ മത്തിയാണ് വേണ്ടത്, വലിയ മത്തിയല്ല, കുഞ്ഞ മത്തിയാണ്. അത് നല്ലതായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു കപ്പയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു അരപ്പും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു തണ്ടോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില എത്രമാത്രം ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റാണ് ഈ ഒരു കപ്പയ്ക്ക് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം അല്പം കൂടുതലായിട്ട് വേണം. നമുക്ക് ഈ ഒരു മത്തി വെന്ത് കിട്ടണം. ആ ഒരു വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമ്മളിതിലേക്ക് വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തവി കൊണ്ട് സൈഡിലുള്ള കപ്പയൊക്കെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് ഒരു ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. മത്തിയെല്ലാം നല്ല പോലെ വെന്തുടയും. ഞാൻ ഈ മത്തിയുടെ മുള്ളൊന്നും എടുത്ത് കളഞ്ഞിട്ടെല്ലാം വേവിച്ചത് കേട്ടോ. മത്തിയുടെ മുള്ളൊക്കെ നമുക്ക് ഒരുപാട് ശരീരത്തിന് ഗുണങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ആ ഒരു മുള്ള് നമ്മൾ ചവച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ കപ്പയും മത്തിയും ചെറിയ മത്തി കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കി. അടിപൊളി രുചിയാണ് കേട്ടോ. ഈ ഒരു മത്തിയുടെ മുള്ളിലൊക്കെ ധാരാളം കാൽസ്യവും വൈറ്റമിനും എല്ലാം അടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മത്തിയുടെ മുള്ള് ഞാൻ എടുത്ത് കളയാതെ തന്നെ ഈ രീതിയിൽ വേവിച്ചെടുത്തത്. കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുള്ളൊക്കെ ഇടുന്ന് കളഞ്ഞതിന് ശേഷം വേവിക്കാൻ നോക്കുക. അല്ലാത്ത വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കിയാൽ മതിയാകും. നല്ലതാണ്. നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുമാണ്. ഇതിൻ്റെ കൂടെ നമുക്കിനി വേറെ ഒറ്റ കറികളും വേണ്ട. ഇങ്ങനെ തന്നെ കോരി കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റാണെന്നറിയാമോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. നല്ല രുചിയായിരുന്നു. നല്ല ചൂടോടുകൂടി ഇതൊന്ന് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.